ബി ജയരാജ്, എന്തിനാണ് നിങ്ങൾ ഈ തെരുവ് യുദ്ധം നടത്തുന്നത്? അതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഇതുവരെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഡോക്ടർ ജി.വി. ഹരി പറയുണ്ടായി, ഇത് പിണറായി വിജയന് എന്തെങ്കിലും ബന്ധമുണ്ടോ, പിണറായി വിജയന് എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തത് കൊണ്ടാണോ വീണ വിജയന് ഇത്തരത്തിലുള്ള, അല്ലെ വീണ തൈക്കണ്ടിയിലിന് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കുള്ള ഒരു അവസരം ഉണ്ടായതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആ ഒരു സംശയം തന്നെയാണ് ഇതിനെ പാർട്ടി ഇത് ചെറുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനകത്ത് വീണ വിജയൻ മാത്രമല്ലല്ലോ പ്രതി, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പ്രത്യേകം എടുത്ത് കേസ് ഫയലിൽ പറയുന്നത് കൊണ്ടാണ് പാർട്ടി അതിനെ ചേർക്കുന്നത്, സമുന്നതനായ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു നേതാവെന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് നമുക്ക് എടുത്ത് നോക്കാം. വളരെ ദൂരെ എങ്ങും പോകണ്ട, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ബോഫോഴ്സ് വിവാദം കത്തി നിന്ന സമയത്ത്, രാജീവ് ഗാന്ധിയുടെ പേരിൽ ബോഫോഴ്സ് വിവാദം കത്തി നിന്ന സമയത്താണ് വി.പി. സിംഗിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു. സെയിൻ കിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിൽ ഷെൽ കമ്പനിയിൽ വി.പി. സിംഗിന് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആയിരുന്നു. അതിനുശേഷം ബി.ജെ.പി. സർക്കാർ വന്നിട്ട് ചെയ്തിട്ടുള്ള നടപടികൾ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കാം. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവഗംഗയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അത്ര സമ്പന്നനായ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ആളിൻ്റെ ബന്ധുവാണ് ചിദംബരം. ആ ചിദംബരത്തിന് ഇഷ്ടംപോലെ സ്വത്തുകൾ ദേശത്തും വിദേശത്തും എല്ലാം ഉണ്ട്. ചിദംബരം കള്ളപ്പണ ഇടപാട് നടത്തി മണി ലോണ്ടറി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈനറിയും UK-യിലെ അവിടുത്തെ വൈനറിയിലെല്ലാം ഇത് ചെയ്തിട്ട്, എന്നിട്ട് ഇതെല്ലാം എന്തോ പുതിയ കാര്യം കണ്ടുപിടിച്ചതാണ് പോലെ. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ വൈനറി ഉണ്ട്, അദ്ദേഹത്തിന് അവിടെ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അതിസമ്പന്നനായ ഒരു സാമ്പത്തിക മന്ത്രിയാണ് എന്നുള്ള കാര്യം, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തിക മന്ത്രിയാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെയും കരിവാരി തേക്കാൻ ശ്രമിച്ച ശ്രമം, അതിനുശേഷം പിന്നീട് ദൂരെ ഒന്നും പോകണ്ട, പിന്നെ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധി 50 മണിക്കൂറടക്കമാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ 50 മണിക്കൂറടക്കം ക്വസ്റ്റ്യൻ ചെയ്ത് സോണിയാഗാന്ധി, സുഖമില്ലാത്ത സോണിയാഗാന്ധി ബോധരഹിതയായി താഴെ വീണിട്ട് പോലും അവരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല